ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച ആയുർവേദ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എച്ച്സലാം MLA നിർവഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച 10ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എച്ച്സലാം MLA നിർവഹിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രി പുതിയ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഇതിന് 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. വിളംബര ജാഥയോടെയാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. EMS സ്റ്റേഡിയത്തിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച വിളംബര ജാഥ PP ചിത്രഞ്ജൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. 10ാമത് ആയുർവേദ ദിനത്തിന്റെ ലോഗോ പ്രകാശനം ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P. ജിജി ജോൺ ഡെപ്യൂട്ടി കളക്ടർ R. സുധീഷിന് നൽകി പ്രകാശനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി ക്ലാസുകൾ, സെമിനാറുകൾ, പ്രദർശനങ്ങൾ, കലാരൂപങ്ങൾ, പൊതുപരിപാടികൾ, വിളംബര ജാഥ, ഫ്ലാഷ് മോബ്, യോഗ, ഡാൻസ്, പാചക മത്സരം, ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KG ശ്രീജിനൻ ആയുർവേദ ദിന സന്ദേശം നൽകി. ക്യാൻസർ പ്രതിരോധവും ആയുർവേദവും എന്ന വിഷയത്തിൽ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ കോളേജ് സ്വസ്ഥവൃദ്ധ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ S. വിനുരാജ് ക്ലാസ് നയിച്ചു. അത്രമാത്രം ഒരു പരിഗണന നമ്മുടെ സൊസൈറ്റി ആരോഗ്യകാര്യത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ കുറിച്ച് പറയാൻ കഴിയുന്നത് വളരെ ഗൗരവമായൊരു പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് ഏത് ചികിത്സാ ശാഖയാണെങ്കിലും നമ്മളതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ ഓരോ ചികിത്സാ ശാഖയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ആയുർവേദമാണെങ്കിലും, അലോപ്പതി ആണെങ്കിലും, ഹോമിയോ ആണെങ്കിലും, മറ്റേത് തരത്തിലേക്കുള്ള ചികിത്സാ സംവിധാനമാണെങ്കിലും അതിനെല്ലാം നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിൻ്റെതായ ഇടങ്ങളും നിശ്ചയമായിട്ടും ഉണ്ട്. ആയുർവേദത്തിൻ്റെ പ്രാധാന്യം നിങ്ങളോട് ഞാൻ പറയുന്നത് അംഗീകരിക്കും. അത് കൂടുതൽ വിശദീകരിക്കാൻ പറയുന്നത് നമ്മുടെ എല്ലാ ചികിത്സാ സംവിധാനത്തെയും നോക്കുമ്പോൾ വളരെയേറെ പാരമ്പര്യമുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് ആയുർവേദം എന്നത് നമ്മുടെ പ്രത്യേകതയാണ്. അത് വേണമെങ്കിൽ കുറച്ചുകൂടി പറയാൻ പറ്റുന്ന കാര്യം പ്രകൃതിയോട് ചേർന്ന് അങ്ങനെയെല്ലാം കുറച്ച് ആഴത്തിൽ ഒരു മനുഷ്യബന്ധമുള്ള ഒരു ചികിത്സാ സംവിധാനം എന്ന് ചരിത്രപരമായി തന്നെ പറയാൻ പറ്റുന്നതാണ് ആയുർവേദം.